ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് നിയ നിഗാഹ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാം തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും ചേച്ചിയാണെങ്കിൽ അടുക്കളയിലൊന്നും അങ്ങനെ കയറാറൊന്നുമില്ല. വല്ലപ്പോഴും എന്തെങ്കിലും അരിയാനും പിടിക്കാനും ഒക്കെയാണ് ഞങ്ങൾ അമ്മനെ സഹായിക്കാനായിട്ട് പോകാറുള്ളത്. അമ്മയാണെങ്കിൽ ഇവിടെ ചായ ഇടുന്ന തിരക്കിലൊക്കെയാണ്. ഞാനും ചേച്ചി അങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ആ ചായയൊക്കെ ഇട്ടു. അങ്ങനെ ചായ ഇടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഇളക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ അടുക്കളയിലോട്ട് വരാറുള്ളത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ടു. ഞാനാണ് ചായ ഇന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇളക്കി മാത്രമേ കൊടുക്കാറുള്ളൂ, ചായയൊന്നും ഞങ്ങൾ ഇടാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാറില്ല. ബാക്കി എല്ലാവരും ഇവിടുത്തെ ചായയൊക്കെ കുടിക്കാറുള്ളതാണ് കേട്ടോ. അങ്ങനെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. ഇന്ന് നമുക്ക് ദോശയാട്ടോ. അപ്പോൾ ദോശ ചുടാനൊക്കെ ആയിട്ട് ഞാനിടയ്ക്ക് വരാറുള്ളതാണ്. അപ്പോൾ ഇന്ന് അമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. പിന്നെ ഇന്ന് തക്കാളിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടിയാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ ഇങ്ങനെ ദോശ ചുടുന്നതൊക്കെ നോക്കി അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതേപോലെ അമ്മ ഇങ്ങനെ ദോശയൊക്കെ ചുടുന്നത് മാത്രം നോക്കി നിൽക്കുന്നവരാണ് ഞങ്ങൾ. രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും തക്കാളിക്കറിയൊക്കെ കൂട്ടി നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ചേച്ചിയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കിവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാനായിട്ട് അതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ ഭക്ഷണവും തിന്നോളും. അങ്ങനെ അവനും കൊടുത്തു. പിന്നെ നമ്മളും കഴിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ തന്നെ എടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും മഴയാണ്. ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നാണെങ്കിൽ ചേച്ചി ഒരു ക്ലീനിങ് മോഡിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ചേച്ചി ഈ ജനലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ്. ചേച്ചി ഇതേപോലെ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഞാനും ഇടയ്ക്ക് സഹായിക്കും. എപ്പോഴൊന്നും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചേച്ചിനെ സഹായിക്കാനായിട്ട് ഞാനും നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇന്ന് കോളേജില്ലാത്തതുകൊണ്ട് ചേച്ചി എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ആ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി ചേച്ചി ക്ഷീണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇവിടെ വീഡിയോസും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എന്തെടുക്കണം, എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് പറയണം എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റവും കാര്യങ്ങളൊക്കെ. ഈ ചെടികളൊക്കെ എൻ്റെ അപ്പം വെച്ചതാണ് കേട്ടോ. അപ്പം തന്നെയാണ് ഇതൊക്കെ നോക്കി നടത്താറുള്ളത്. ഞങ്ങളിടയ്ക്ക് ചെടി നനയ്ക്കും, പിന്നെ പുല്ലുകളൊക്കെ പറിച്ച് കളയും. ഇതൊക്കെ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പം തന്നെയാണ് കേട്ടോ നോക്കി നടത്താറുള്ളത്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മുറ്റത്തൊക്കെ ഒന്ന് നടക്കും. പിന്നെ നമ്മളിവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചി ഇവിടെ ജനലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ക്ലാസ്സില്ലാത്ത സമയത്ത് ചേച്ചി തന്നെയാണ് റൂം ക്ലീനിങ്ങും തുടയ്ക്കലും അടിക്കലും എല്ലാം ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് ചേച്ചി പഠിക്കാനായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ചെറിയ ശല്യപ്പെടുത്തലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ +1 പഠിക്കുന്നത്. ചേച്ചിയാണെങ്കിൽ CAക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ചേച്ചി നേരെ എഴുതാനൊക്കെ ഇരിക്കുകയാണെന്നു. ഇന്നാണെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനീ പോയി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ചേച്ചി നിന്ന് ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവനാണ് നമ്മുടെ വീട്ടിലെ പൂച്ച. ഇവൻ്റെ പേര് ഫ്ലഫി എന്നാട്ടോ. അപ്പോൾ ഇവനൊരമ്മയുണ്ട്. അവളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്ന മുമ്പ് അവൾ വരികയാണെങ്കിൽ നമ്മൾ അവളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവളുടെ പേരാണെങ്കിൽ പുസി എന്നാണ്. അപ്പോൾ ഇവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നാണ് ഒരു ദിവസം നമ്മൾ കുറേ നേരം അങ്ങോട്ട് കളയുന്നത് കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ ഇരുന്ന് കുറേ നേരം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഊണ് നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കാലത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വിളമ്പുകയാണ്. അങ്ങനെ ഇന്നാണെങ്കിൽ നമ്മൾ ചോറും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്.
ഇന്നങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ മീൻ പൊരിച്ചതും പിന്നെ ചാളക്കറിയും പിന്നെ ചെമ്മീനതും അച്ചാറും പിന്നെ കാലത്തെ തക്കാളിക്കറിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു. ഞാനാണെങ്കിൽ മീൻ കറി കഴിക്കാറില്ല കേട്ടോ. മീൻ വറുത്ത് തന്നെ ഇപ്പോൾ വല്ല ഇഷ്ടപ്പെട്ട മീനാണെങ്കിൽ മാത്രമാണ് കഴിക്കാറുള്ളത്. പക്ഷേ ചേച്ചി അങ്ങനെയല്ല, ചേച്ചി എല്ലാ കറികളും കഴിച്ചോളും. അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. ഞാൻ ചാറ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടി നനയാണ്. ചെടി നനയ്ക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുറത്തുള്ളതൊന്നും നമ്മൾ നനയ്ക്കുന്നില്ലേ, ഇവിടുത്തെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ മാത്രമാണ് നമ്മൾ നനച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ക്ലാസ്സില്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം. പിന്നെ ചേച്ചിയും കൂടെ ഉള്ള ദിവസം കുറേ നേരം നമ്മളങ്ങനെ ഇരാത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ കുറേ നേരം അങ്ങോട്ട് കളയുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ചേച്ചി നാളെ ക്ലാസ്സിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഒതുക്കി പെറുക്കി വെക്കുവാണ്. എൻ്റെ പോലെയൊന്നുമല്ല ചേച്ചി, എല്ലാം കൃത്യമായിട്ട് എടുത്ത് തലേ ദിവസം തന്നെ എടുത്ത് വെക്കും. ഞാനാണെങ്കിൽ ആ ദിവസം രാവിലെയാണ് കേട്ടോ എടുത്തൊക്കെ വെക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സ്ഥിരം ചായയും കടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം നമ്മൾ പപ്സും ലൈറ്റും പഴംപൊരിയും അതുപോലെ തന്നെ പത്തിരിയൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചായ കുടിയൊന്നും നമ്മളില്ല കേട്ടോ, കടികളൊക്കെ മാത്രമാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഒരു സാധാരണ ദിവസത്തെ ഡേ ഇൻ അവർ ലൈഫിൻ്റെ വൈകുന്നേരം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഒരു ശീലം തന്നെയാണ്. അങ്ങനെ ചേച്ചിയും ഞാനും കൂടെ വൈകുന്നേരം അതൊക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചാണ് രാവിലെ മുതൽ രാത്രി വരെ എടുക്കണമെന്നുള്ളത്. അങ്ങനെ രാത്രിയായി. രാത്രി നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതേ സെയിം കറികളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചെറിയ ഒലത്തും കാര്യങ്ങളൊക്കെയാണ് വേറെ ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമ്മൾ വൈകുന്നേരം ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് ഇത്ര പാടാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഇതിലും അടുത്തത് വീഡിയോ നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൊരു ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.